ഈ ബീച്ചിലോട്ട് ഇറങ്ങാൻ പാടില്ല. കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. സെക്യൂരിറ്റി ഉണ്ടോ? ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ വീണ്ടും കൊല്ലത്ത് വന്നു. അപ്പോൾ കൊല്ലം ബീച്ച് ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം കുഴിയിലാണ്. മുഴപ്പിലങ്ങാടി ബീച്ചാണെന്ന് തോന്നുന്നു. മറ്റേ വണ്ടി ഇറങ്ങുന്ന ഒരു ബീച്ച് പറഞ്ഞില്ലേ, അവിടെ എന്ന് പറയുന്നത് നമ്മുടെ മേളിൽ ഇതുണ്ട്, ഇത് താഴെയാണ്. അതുകൊണ്ട് എത്ര തിരമാല അടിച്ചാലും ഒത്തിരി ഇങ്ങ് കയറി വരുമല്ല, എന്നാലും വരും കേട്ടോ. ഈ ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മറ്റുള്ള ബീച്ചുകൾ പോലെയല്ല, ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ നല്ല ഒഴുക്കുമാണ്, അങ്ങോട്ട് ഭയങ്കര ആഴമാണ്. അതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഭയങ്കരമായ അപകട സാധ്യതയുള്ളൊരു ഏരിയയാണ് ഈ ബീച്ച്. അതുകൊണ്ട് ഇത് ഫുള്ളിങ്ങനെ നമുക്ക് ഇങ്ങനെ വള്ളി കെട്ടി ഇങ്ങനെ ഫുള്ളിങ്ങനെ അങ്ങ് ദൂരം വരെ ഉണ്ട്. കണ്ടോ, അതെ അവരെ ഓടിച്ചു. അതുകൊണ്ടോ അതുപോലെ സെക്യൂരിറ്റി അവിടെ ഉണ്ട്. കാരണം ഇവിടെ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. കാരണം ഭയങ്കരമായ അപകടമാണ്. അങ്ങോട്ട് നമ്മൾ സാധാരണ ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകും. ഉണ്ട് ഇതുപോലെ വള്ളി ഇങ്ങനെ ഫുള്ള് കെട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, സെക്യൂരിറ്റി ഉണ്ടോ? ഈ വള്ളി ഇങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഈ വള്ളിക്ക് അപ്പുറം അങ്ങനെ കിടക്കാൻ പാടില്ല. ഉണ്ടോ, ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ചാർട്ട്. കേട്ടോ, പുള്ളി തെറിയാ പറയുന്നത്. അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ഈ ബീച്ചിലോട്ട് ഇറങ്ങാൻ പാടില്ല. വന്ന് കാണുക, ആസ്വദിക്കുക, തിരിച്ചു പോവുക. അത് ഈ ബീച്ചിന് പറ്റുള്ളൂ. ഈ വള്ളിയെ പിടിച്ച് അല്ലെങ്കിൽ കുനിഞ്ഞപ്പുറം കടന്നു കഴിഞ്ഞാൽ നല്ല തെറി കേൾക്കും കേട്ടോ. 2010-2011 കാലഘട്ടത്തിൽ മറ്റേ കരിക്കോട് കൊല്ലം ഇൻഡസ് മോട്ടേഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്ര സ്ട്രിക്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ, മത്സ്യകന്യക. എന്നാ പറയുന്നത്, ജലകന്യക അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ജലകന്യകയാണ്, അതെ. അതായത് ഇതൊരു ചെറിയ സ്റ്റാച്ചു അല്ല, അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു സ്റ്റാച്ചു ആണ് കേട്ടോ. അടിപൊളി ഒരു സ്റ്റാച്ചു ആണ്. ഈ ജലകന്യകയെ സംരക്ഷിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. പായലൊക്കെ പിടിച്ചു തുടങ്ങി. ഈ ബീച്ചിൽ കണ്ട ഒരു വഴിയോര കച്ചവടമാണ് ഇത്. പറയാൻ കാര്യം, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ജെൻസി എന്നൊക്കെയാണ് പറയുന്നത്. അവർ കൂടുതലായിട്ടും ഈ ഒരു സ്റ്റാച്ചു വന്ന് പതിപ്പിക്കുന്നതായിട്ട് എൻ്റെ കണ്ണിൽപ്പെട്ടു. പക്ഷെ അവരെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് അതിൻ്റെ മിഷ്യന്, മഷിയ്, അതുപോലെ തന്നെ അതിൻ്റെ അച്ച് ഇതാണ്. അവരത് എന്ത് അറിവിൻ്റെ ധൈര്യത്തിലാണ് അവരുടെ സ്വന്തം ശരീരത്തിൽ ഈ ഒരു ടാറ്റു പതിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ബീച്ച് സത്യം പറഞ്ഞാൽ ഇത്രേ കാണാനുള്ളൂ. ഞാനിപ്പോൾ ഒരു സൈഡിൽ വന്ന് ഇരുന്നു. നമ്മളിതാ കേട്ടോ, അങ്ങ് ദൂരേ നടന്നു വന്നേ. നടന്ന് നമ്മൾ ആ കയറ് കെട്ടിയ സൈഡ് വഴി നടന്നു വന്നേ. അതിൻ്റെ അപ്പുറത്തോട്ട് ആരും അങ്ങനെ പോകുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതുണ്ടോ, അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ഇറങ്ങി ചെല്ലാം കേട്ടോ. ഈ പരിസരത്ത് ഒരാളില്ല. കാരണം ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയയാണ്. കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. ഇതുണ്ട്, ആ ചേട്ടൻ മീൻ പിടിക്കുന്ന നൂല് കണ്ടോ. വലിയ മീനെ പിടിക്കാവുന്ന പോലത്തെ ചൂണ്ടനൂലും ചൂണ്ടയായിരിക്കുമേ. നൂല് അന്യായ വലുതാണ്. നൂലിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ചൂണ്ട എങ്ങനെ ഉണ്ടെന്ന് കാണണം. ആ, ഇന്നലെ ഒരു ദിവസം കൊണ്ടല്ലേ? ആ ചേട്ടൻ പറഞ്ഞ് ഇന്നലെ വരെ തെളിഞ്ഞു കിടന്ന കടലാണ്. ഇന്നലെ ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് കടൽ മൊത്തം കലങ്ങി മറിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇന്നലെ എന്തോ തെരണ്ടി മീനൊക്കെ കിട്ടിയെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്തോ കയറൊക്കെ ചുറ്റി കിടക്കുവാണ് കേട്ടോ. അതല്ലേ ചൂണ്ട? ഇതിട്ടാ മീൻ പിടിക്കുന്നത്. ഇത് നമുക്ക് വലിയ മീൻ വേണ്ടിയല്ലേ ചേട്ടാ? ഓ, ഇതാ സംഭവം. ഇതതിൻ്റെ വെയിറ്റ് അല്ലേ? സോറി. ആ, ഇത് ഒന്നത്തെ തന്നെ 3 എണ്ണം ഉണ്ടല്ലേ? ആ, എനിക്ക് തെറ്റ് പറ്റിയത് കേട്ടോ. മറ്റേത് വെയിറ്റാണ്, അത് മുങ്ങിപ്പോകാനുള്ള വെയിറ്റാണ്. 3 എണ്ണം ഇട്ടിട്ടുണ്ടാണ്. സോറി. അപ്പം അങ്ങനെയാണ് മീൻ പിടിക്കുന്നത്. അപ്പം കൊല്ലം ബീച്ച് കണ്ടോ. അപ്പം ശരി, നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ബൈ ബൈ.